കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമുക്ക് രാമഗീത തുടരാം. കഴിഞ്ഞ 19ാമത്തെ ശ്ലോകത്തിലെ ഉത്തരകാണ്ഡ 5ാം സർഗം 19ാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞാൽ, ഈ ശ്രവണം, മനനം, നിധിധ്യാസനം എന്നിവ കൊണ്ട് നമുക്കുള്ള എല്ലാ സംശയങ്ങളെയും നശിച്ചതിന് ശേഷം, സംശയങ്ങളെ നശിച്ചിട്ട് ഉണ്ടായ ആ പരിശുദ്ധമായിട്ടുള്ള അദ്വൈത ജ്ഞാനം ഉണ്ടല്ലോ, ആ അദ്വൈത ജ്ഞാനം കൊണ്ട് അവിദ്യ മുഴുവൻ നശിക്കും. അങ്ങനെ ഒരിക്കൽ അവിദ്യ നശിച്ചാൽ ആ അജ്ഞാനം അല്ലെങ്കിൽ അവിജ്ഞ ഓർ അജ്ഞാനം രണ്ടാമത് ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി വളരെ ഗഹനമായിട്ടുള്ളതാണ് കേട്ടോ, വിഷമാണ് പറയാനും, എനിക്കത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള അറിവുമില്ല. എനിക്ക് മനസ്സിലായ പോലെ ഞാൻ ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ. യതിസ്മനഷ്ടാന പുനഃപ്രസൂയതേ കർത്താഹമസ്യേതി മതി കഥം ഭവേത് തസ്മാൽ സ്വതന്ത്രാന കിമപ്യപേക്ഷതേ വിദ്യാവിമോക്ഷായ വിഭാതി കേവലാം. അതായത് വിദ്യ അല്ലെങ്കിൽ ജ്ഞാനം, ബ്രഹ്മവിദ്യ മോക്ഷത്തെ തന്നെ തരുമെന്ന് മുമ്പ് പറഞ്ഞുവല്ലോ, അതിനെ പിന്നെയും യുക്തിയോടുകൂടി പറഞ്ഞുറപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ, നഷ്ടായതി സ്മ ന പുനഃ പ്രസൂയതേ. ഈ നശിപ്പിക്കപ്പെട്ട അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം രണ്ടാമത് ഉണ്ടാവില്ല എങ്കിൽ കർത്താ അഹം ഇതി മതി, കർത്താവ് ഞാൻ അതായത് ഈ അജ്ഞാനം ഉദിക്കണില്ല ചേട്ടാ. അജ്ഞാനം കംപ്ലീറ്റ് നശിച്ചാൽ പിന്നെ ഞാനാണ് കർത്താവ്, ഞാനാണ് ചെയ്യണ, ഐ ആം ദ ഡൂവർ എന്നും അസ്യ കഥം ഭവേത്, ഈ ജ്ഞാനിക്കുണ്ടാവില്ല. ഈ അങ്ങനെ ജ്ഞാനം ഉദിച്ച് അജ്ഞാനം പൂർണ്ണമായും നശിച്ച ഒരു ജ്ഞാനിക്ക് കർത്തൃത്വവും ഭോക്തൃത്വവും, അതായത് ഞാനാണ് ചെയ്യണ, ഐ ആം ദ ഡൂവർ, ഐ ആം ദ വൺ എക്സ്പീരിയൻസിങ്, ആ ഒരു വിചാരം ഉണ്ടാവില്ല. തസ്മാൽ സ്വതന്ത്ര വിദ്യ, അതുകൊണ്ട് ഈ ബ്രഹ്മവിദ്യ സ്വതന്ത്രയാണ്. ന കിമപി അപേക്ഷതേ, ബ്രഹ്മവിദ്യ ഒന്നിനെയും അപേക്ഷിക്കുന്നില്ല, ആശ്രയിക്കുന്നില്ല. കേവല മോക്ഷായ വിഭാതി, അതായത് ബ്രഹ്മവിദ്യ ശരിക്കും മോക്ഷത്തിനായിക്കൊണ്ട് ശോഭിക്കുന്നു. പറഞ്ഞാൽ എന്താ, ബ്രഹ്മവിദ്യ കൊണ്ട് മോക്ഷം അനായാസമായിട്ട് ലഭിക്കുന്നു. അപ്പോൾ എന്താ പറയുക വെച്ചാൽ, ഈ ബ്രഹ്മവിദ്യ മോക്ഷത്തിനെ പ്രദാനം ചെയ്യുന്ന മുമ്പ് തന്നെ പറഞ്ഞു. എന്താ പറയുക വെച്ചാൽ, ഈ പരമാത്മ സാക്ഷാത്കാരം കൊണ്ട്, നമ്മൾ പറഞ്ഞില്ല, ജ്ഞാനം കൊണ്ട് അല്ലെങ്കിൽ പരമാത്മ സാക്ഷാത്കാരം അഥവാ ബ്രഹ്മജ്ഞാനം കൊണ്ട് അവിദ്യ അഥവാ അജ്ഞാനം തീരെ നശിച്ചു എന്ന് വെച്ചോളൂ. പിന്നത് രണ്ടാമത് ഉത്ഭവിക്കില്ല. അത് കാരണം പിന്നെ രണ്ടാമത് ഒരിക്കലും അജ്ഞാനം ഉണ്ടാവില്ല. അത് നല്ലോണം തെളിഞ്ഞ് ബ്രഹ്മജ്ഞാനം പ്രകാശിച്ചാൽ പിന്നെ ആ ആൾക്ക് ഒരിക്കലും അജ്ഞാനം ഉദിക്കില്ല. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വെച്ചാൽ, ഈ ജ്ഞാനിക്ക് പിന്നെ ജ്ഞാനം ഉദിച്ച ആൾക്ക് അയാൾ ദേഹത്തിലിരിക്കലുണ്ടാവും. പ്രാരബ്ധകർമ്മം കഴിയണവർ ആ ദേഹം വീഴില്ല. പക്ഷെ ദേഹത്തിലിരിക്കുമ്പോഴും ആ ജ്ഞാനിക്ക് കർത്തൃത്വ ഭോതൃത്വോ, അതായത് ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്ന ബോധം, ഐ ആം ദ ഡൂവർ, ഐ ആം ദ എക്സ്പീരിയൻസർ എന്നുള്ള ഭാവം ഒരു തരത്തിലുണ്ടാവാൻ വഴിയില്ല. അതുകൊണ്ട് ഈ ബ്രഹ്മവിദ്യ മറ്റു യാതൊന്നിനെയും അപേക്ഷിക്കുന്നില്ല അഥവാ ആശ്രയിക്കുന്നില്ല നമുക്ക് കാണാം. അതായത് ഈ ബ്രഹ്മവിദ്യയ്ക്ക് ആശ്രയിക്കത്തക്കതായിട്ട് വേറൊരു വസ്തു ഇല്ല. ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനം മാത്രമേ ഇന്ന് ഈ ലോകത്തിലുള്ളൂ. മറ്റതൊക്കെ നമ്മുടെ തോന്നലാണ്. അപ്പോൾ ബ്രഹ്മവിദ്യ കിട്ടിക്കഴിഞ്ഞാൽ ആ ബ്രഹ്മവിദ്യ ആകെ ഒന്നേ ഉള്ളൂ വെച്ചാൽ അത് പിന്നെ ഏതിനെ ആശ്രയിക്കുക? രണ്ടാമതൊന്നുണ്ടെങ്കിലല്ലേ ആശ്രയിക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ ഈ ബ്രഹ്മവിദ്യയ്ക്ക് ആശ്രയിക്കത്തക്കതായിട്ട് ഈ ലോകത്തിലൊന്നുമില്ല. അതിൻ്റെ അർത്ഥം ബ്രഹ്മവിദ്യ സ്വതന്ത്രമാണ്, കേവലം അത് മാത്രമേ ഉള്ളൂ. അതായത് അഖണ്ഡ ബ്രഹ്മാകാരം തന്നെ ആയിട്ടുള്ള ആ ബ്രഹ്മവിദ്യ സ്വതന്ത്രമാണ്. എന്നിട്ട് മോക്ഷഫലത്തെ നൽകിക്കൊണ്ട്, അതായത് മോക്ഷം തന്നെയാണ് ബ്രഹ്മജ്ഞാനം, അങ്ങനെ ആ ബ്രഹ്മത്തിൽ വർത്തിക്കും. അതിന്ന് താഴത്തേക്ക് പോരലില്ല, അല്ലെങ്കിൽ അജ്ഞാനം ഉണ്ടാവലില്ല. ഒന്നിനെ ആശ്രയിക്കില്ല എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നുമില്ല. ആ ബ്രഹ്മം മാത്രം എപ്പോഴും വിളങ്ങി നിൽക്കുന്നു. ആ ജ്ഞാനസ്വരൂപം, നിത്യാനന്ദ സ്വരൂപം. രണ്ടാമതൊന്നുണ്ടെങ്കിലല്ലേ ആശ്രയിക്കണ്ടു, രണ്ടാമതൊന്നുണ്ടെങ്കിലല്ലേ ഭീതിയുള്ളൂ. ഒന്നുമില്ല, കേവലം ബ്രഹ്മം മാത്രമേ ഇവിടെ ഉള്ളൂ. യതി സ്മ നഷ്ടാ ന പുനഃപ്രസൂയതേ കർത്താഹമസ്യേതി മതി കഥം ഭവേൽ തസ്മാത് സ്വതന്ത്രാ ന കിമപ്യപേക്ഷതേ വിദ്യാവിമോക്ഷായ വിഭാതി കേവല. 21. സ തൈത്തരീയ ശ്രുതിരാഹ സാദരം ന്യാസം പ്രശസ്താഖിലകർമ്മണം സ്ഫുടം ഏതാവദിത്യാഹ ച വാജിനാം ശ്രുതിർ ജ്ഞാനം വിമോക്ഷായ ന കർമ്മസാധനം. സ തൈത്തിരീയ ശ്രുതി, ആ തൈത്തിരീയ ഉപനിഷത്ത് വാക്യം, തൈത്തിരീയ ഉപനിഷത്ത് ഒരു വാക്യം, പ്രശസ്താഖില കർമ്മണാം ന്യാസം, അതായത് സകല കർമ്മങ്ങളുടെയും, അതായത് കർമ്മം കൊണ്ട് മോക്ഷം നേടാം എന്നുള്ള ആ ഒരു ആശയത്തെ, ത്യാഗത്തെ, അല്ല അതായത് സകല കർമ്മങ്ങളുടെയും ത്യാഗത്തെ, തൈത്തിരീയോപനിഷത്തെ വാക്യം എന്താ പറയണേ? സർവകർമ്മം ത്യജിക്കണമെന്ന്. ആ ത്യാഗത്തെ സാദരം സ്ഫുടം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തൈത്തിരീയോപനിഷത്തിൽ. എല്ലാ കർമ്മത്തിനെയും ത്യജിക്കണമെന്ന്. വാജിനാം ശ്രുതിഹീച്ച, വാജികളുടെ ശ്രുതിവാക്യവും ഏതാവത് ഇതി ഇതുമാത്രമാണെന്ന് പറയുന്നു. വിമോക്ഷായ ജ്ഞാനം സാധനം, സംസാരത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ജ്ഞാനം തന്നെ സാധനം. മീൻസ് വേറൊരു ഉപായമില്ല, ജ്ഞാനം ലഭിക്കുക. ജ്ഞാനം ഒരിക്കല്ലാണ്ട് മോക്ഷത്തിന് വേറൊരു ഉപായമില്ല. കർമ്മം കൊണ്ട് നമുക്ക് മോക്ഷം കിട്ടില്ല. ഇപ്പോൾ ഇതിലെന്താ പറഞ്ഞ വെച്ചാൽ തൈത്തിരീയോപനിഷത്തിൽ എന്താ പറയണമെന്ന് നോക്കാം നമുക്ക്. ന കർമ്മണ ന പ്രജയാ ധനേന ത്യാഗേനേകേ അമൃതത്വം ആനശു. അതായത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ന കർമ്മണ, കർമ്മം കൊണ്ടോ, ന പ്രജയ, സന്തതി ഉണ്ടായതുകൊണ്ടോ, ധനേന, ധനം കൊണ്ടോ അല്ല എന്താ മോക്ഷം കിട്ടുന്നത്. ത്യാഗം കൊണ്ട് മാത്രമേ അമൃതത്വമാകുന്ന മോക്ഷം ലഭിക്കൂ എന്നുള്ളതാണ് തൈത്തരീയ വാക്യം എന്ന് ഇതിൽ പറഞ്ഞത്. ഇതിൽ പറഞ്ഞ ആ തൈത്തരീയ വാക്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഏത്? ന കർമ്മണ ന പ്രജയ ധനേന, അതായത് കർമ്മം കൊണ്ടോ, സന്തതികളെ കൊണ്ടോ, ധനം കൊണ്ടോ അതായത് മോക്ഷം ലഭിക്കില്ല. പിന്നെ എന്തുകൊണ്ടാണ് ലഭിക്കുക? ത്യാഗൈനേകെ, ത്യാഗം കൊണ്ട് മാത്രമേ അമൃതത്വമാകുന്ന മോക്ഷം സിദ്ധിക്കുകയുള്ളൂ എന്നാണ് ഇതിൽ പറഞ്ഞ തൈത്തരീയ ശ്രുതിയിലത്തെ പറഞ്ഞത്. ഇങ്ങനെ അതായത് ഇതിന്ന് നമുക്ക് എന്താ മനസ്സിലാവണം? കർമ്മങ്ങളെ മുഴുവൻ ഉപേക്ഷിക്കണം. കർമ്മം മോക്ഷത്തിന് ഒരിക്കലും കാരണമല്ല, ഉപായമല്ല. കർമ്മം, അതായത് കർമ്മത്തിനെയും ജ്ഞാനത്തിനെയും കൂട്ടി പറയണതും ശരിയല്ല. കർമ്മവും ജ്ഞാനവും മോക്ഷത്തിലേക്ക് നയിക്കുന്ന പറയണത് തെറ്റാണ്. ജ്ഞാനം മാത്രമേ ഉള്ളൂ എന്നാണ്. അതായത് കർമ്മം മോക്ഷകാരണമല്ല. ഏതാവതരേ ഖല്ലു അമൃതത്വം, അതായത് ആത്മസാക്ഷാത്കാര രൂപമായ ജ്ഞാനം തന്നെ മോക്ഷം, വേറൊന്നുമല്ല എന്ന് ബൃഹദാരണ്യകത്തിലും പറയുന്നുണ്ട്. ഏതാവതരേ ഖല്ലു അമൃതത്വം എന്ന് പറയുന്നുണ്ട്. ഇതിലെ ബൃഹദാരണ്യകത്തിലും. വേറൊരു ഉപനിഷത്താണല്ലോ ബൃഹദാരണ്യകം, അതിലും പറയുന്നുണ്ട് ജ്ഞാനം തന്നെയാണ് മോക്ഷസാധനം, കർമ്മമല്ല.
കർമ്മം കൊണ്ട് മനഃശുദ്ധി വന്നതിന് ശേഷം എല്ലാ കർമ്മങ്ങളെയും ത്യജിക്കണം. ശുദ്ധമായ മനസ്സിൽ ജ്ഞാനം ഉദിക്കുമ്പോൾ മാത്രം മോക്ഷം ലഭിക്കുന്നു എന്ന് പറയേണ്ടത്. സാ തൈത്തരീയ ശ്രുതിരാഹസാദരം ന്യാസം പ്രശസ്താഖില കർമ്മണം സ്ഫുടം ഏതാവദിത്യാഹ ച വാജിനാം ശ്രുതിർ ജ്ഞാനം വിമോക്ഷായ ന കർമ്മസാധനം. 22. വിദ്യാസമത്വേ നതു ദർശിതസ്ത്വയാ ക്രതുർന ദൃഷ്ടാന്ത ഉദാഹൃത സമഃ ഫലൈ പൃഥക്താദ് ബഹുകാരകൈഃ ക്രതു സംസാധ്യതേ ജ്ഞാനമതോ വിപര്യം. എന്താ പറയണ? ക്രതുച യാഗങ്ങൾ വിദ്യാസമത്വേന, അതായത് ഈ കർമ്മം കാണ്ഡം ഉണ്ടല്ലോ വേദത്തിൽ അത് ഈ കർമ്മം ചെയ്യണത് ബ്രഹ്മവിദ്യയ്ക്ക് സമാണെന്ന് ത്വയാ ദർശിതം, നിന്നാൽ കാണിക്കപ്പെട്ടു. സമഹ ദൃഷ്ടാന്ത എന്ന ഉദാഹൃത. കർമ്മം കൊണ്ട് ജ്ഞാനം കിട്ടാമെന്ന് പറഞ്ഞു വെച്ചാലും അതിന് നല്ലൊരു ഉദാഹരണം, ദൃഷ്ടാന്തം പറഞ്ഞിട്ടില്ല. ഒരു ഉദാഹരണം ഉണ്ടെങ്കിലല്ലേ അത് നമുക്ക് കൺവിക്ഷൻ ഉണ്ടാവുള്ളൂ. യാഗം കൊണ്ടും കർമ്മയോഗം കൊണ്ടും നമുക്ക് മോക്ഷം കിട്ടാം, കർമ്മം കൊണ്ട് ജ്ഞാനം കൊണ്ട് മോക്ഷം കിട്ടാം, അതിനെ ജ്ഞാനത്തിനും കൂട്ടി ചേർത്ത് പറയുക. പക്ഷെ അതിനൊന്നും കർമ്മം കൊണ്ട് മോക്ഷം കിട്ടുന്നുള്ളതിനൊരു ഉദാഹരണം ഇല്ല. അതായത് ഉദാഹൃത സമദൃഷ്ടാന്ത എന്ന ഉദാഹൃത, ഒരു ദൃഷ്ടാന്തം കൊണ്ട് ഉദാഹരിച്ചിട്ടില്ല. ക്രതുഹു യാഗം ഫലൈഹി പൃഥക്ത്വാത്, അതായത് ഫലങ്ങളുടെ വ്യത്യാസം കൊണ്ട് ബഹുകാരകൈഹി സാധ്യത, അനേക കാര്യങ്ങളാൽ സാധിക്കപ്പെടുന്നു. ജ്ഞാനം അതഹ വിപര്യം, ജ്ഞാനം ഇതുപോലെയല്ല, കർമ്മം പോലെയല്ല. എന്താ പറഞ്ഞു വെച്ചാൽ ഈ വിദ്യയും കർമ്മത്തിനെയും കൂട്ടിച്ചേർത്ത് പറയണത് ശരിയല്ല. അത് ശരിക്കും തെറ്റന്നെയാണ്. എന്താ വെച്ചാൽ അങ്ങനെ പറയണവരോട് പറയാണ്, ഈ യാഗങ്ങളൊക്കെ വിദ്യയ്ക്ക് തുല്യമാണെന്നൊക്കെ നിങ്ങൾ പറയണു, ബ്രഹ്മവിദ്യയ്ക്ക് തുല്യമാണെന്ന് നിങ്ങൾ പറയണു. പക്ഷെ അതിനെ ഉദാഹരിക്കാൻ നിങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തമില്ല, ദൃഷ്ടാന്തം കൊണ്ട് ഉദാഹരിക്കണില്ല. നിങ്ങൾ കർമ്മം ചെയ്യണമെന്ന് ശ്രുതി പറയണ്ട, ശരിയാണ്. ജ്ഞാനം സമ്പാദിക്കണമെന്നും ശ്രുതി പറയുന്നുണ്ട്. കർമ്മം ചെയ്യണമെന്ന് പറയണത് എന്താ വെച്ചാൽ കർമ്മം മോക്ഷസാധനമാണെന്ന് ശ്രുതി പറഞ്ഞിട്ടില്ല. കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതുവരെ? മനഃശുദ്ധി വരണവരെ. അത് കഴിഞ്ഞാൽ കർമ്മം ത്യജിക്കണം എന്നാണ് ശ്രുതി പറയണത്. അപ്പോൾ കർമ്മം മോക്ഷസാധനമാണ്, അല്ല കർമ്മം ചെയ്യണമെന്ന് പറയുന്നുണ്ട്, ജ്ഞാനം സമ്പാദിക്കണമെന്ന് രണ്ടും പറയുന്നുണ്ട്. പക്ഷേ കർമ്മം കൊണ്ട് മോക്ഷം കിട്ടാന്ന് പറഞ്ഞിട്ടില്ല ശ്രുതികൾ. അതിന് ഉദാഹരണവും കാണിച്ചിട്ടില്ല. അതായത് അതിനൊരു ഉദാഹരണം കാണിക്കാത്തത് കൊണ്ട് അത് നിങ്ങളുടെ ഒരു ഗസ്സാണെന്ന് പറയണം. ഇങ്ങനെ പറയണവരോട് കർമ്മം കൊണ്ട് ജ്ഞാനം കൊണ്ട് മോക്ഷം കിട്ടുന്ന പറയണത് ശ്രുതിയിൽ പറഞ്ഞിട്ടില്ല. നിങ്ങളത് ഗസ് ചെയ്യാണ്, അനുമാനമാണ് നിങ്ങളുടെ. അതായത് അതിനൊരു ഉദാഹരണമോ പ്രൂഫോ ഇല്ല. അന്വയവും വ്യതിരേകവും അതുണ്ടെന്നും ഇല്ലയെന്നും എന്നുള്ള അതുണ്ടല്ലോ. അന്വയം കൊണ്ടും വ്യതിരേകം കൊണ്ടും ഉറപ്പിച്ചാലേ അനുമാനങ്ങളൊക്കെ നമുക്ക് ശരിയായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. വെറുതെ അങ്ങോട്ട് ഗസ് ചെയ്യാൻ പാടില്ല. ഒരു ദൃഷ്ടാന്തം പറയാതെ വെറുതെ അനുമാനിക്കണതൊന്നും സ്വീകാര്യമല്ല. അതായത് ഞാനും എൻ്റേതും എന്നുള്ള ദേഹാഭിമാനവും ദേശകാലാദി നിയമങ്ങളും ഒക്കെ ആവശ്യമുണ്ട് കർമ്മം ചെയ്യണമെങ്കിൽ ഞാനാണ് ചെയ്യണം എന്നുള്ള വിചാരം വേണേ. ഇപ്പോൾ ഒരു യാഗം ചെയ്യാച്ചോട്ടെ, ആ യജമാനെ ഞാനാണ് യാഗം ചെയ്യണം, അപ്പം ദേഹാഭിമാനം വിട്ടിട്ടില്ല. അതാണ് പറയണേ. അപ്പം എല്ലാ കർമ്മങ്ങളും ഫലവും ഒരുപോലെ അല്ലേനും ഓരോ കർമ്മങ്ങൾക്ക് ഓരോരുത്തരാണ് അത് അധികാരി. ഇതൊന്നും ഒരുപോലെയല്ല. അപ്പം ജ്ഞാനെങ്ങനെയല്ല, ജ്ഞാനം എന്താണ് ഈ വളരെ ശുദ്ധമായ മനസ്സിൽ ഉദിക്കുന്ന ഒരു ഇതാണ് ജ്ഞാനം. ആ ജ്ഞാനത്തിന് ഒരു ഉപാധികളുമില്ല. ആ ജ്ഞാനം ഒന്നിനെയും ആശ്രയിക്കണില്ല. പക്ഷേ കർമ്മം അങ്ങനെയല്ല. കർമ്മം ചെയ്യുന്ന ആൾക്ക് ഞാൻ കർമ്മം ചെയ്യാമെന്നുള്ള ബോധം ഉണ്ടെങ്കിലേ കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഐ ആം ദ ഡൂവർ എന്നുള്ള വിചാരമുണ്ട്, എനിക്ക് അതിൻ്റെ ഫലം വേണമെന്നുള്ള വിചാരമുണ്ട്. അതുകൊണ്ടാണ് കർമ്മം കൊണ്ട് മോക്ഷം കിട്ടില്ല പറയണത്. കർമ്മം ചെയ്യണമെങ്കിൽ ദേഹാഭിമാനം കുറച്ചെങ്കിലും ഉണ്ടാവണം.
അതുകൊണ്ടാണ് കർമ്മം ചെയ്ത് 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 മനഃശുദ്ധി വന്നു കഴിഞ്ഞാൽ എല്ലാ കർമ്മങ്ങളും ത്യജിക്കണം. എന്നിട്ട് ഗുരുവിൽ നിന്നുള്ള ആപ്തവാക്യങ്ങൾ മനനം നിധിധ്യാസനമൊക്കെ ചെയ്ത് ജ്ഞാനം കൂടെ ഉദിക്കും. അപ്പം അജ്ഞാനം മുഴുവൻ നശിക്കും. അതാണെന്നതിൽ പറയണത്. കാർമ്മം കൊണ്ട് മോക്ഷം കിട്ടുമെന്ന് പറയണത് തെറ്റാണെന്ന് പറയുകയാണ്. അത് വെറും ഊഹാണെന്ന്. വിദ്യാസമത്വേ നതു ദർശിതസ്ത്വയാ ക്രതുർന ദൃഷ്ടാന്ത ഉദാഹൃത സമ ഫലൈ പൃഥക്ത്വാദ് ബഹുകാരകൈ ക്രതു സംസാധ്യതേ ജ്ഞാനമതോ വിപര്യം. പിന്നെന്താ, അടുത്തും കൂടിയും ചെയ്യാമെന്ന് വിചാരിക്കുക, കുറേ പറയാണ്ടതുകൊണ്ട്. സ പ്രത്യവായോ ഹ്യഹമിത്യനാത്മധീരജ്ഞപ്രസിദ്ധാനതു തത്വദർശിന തസ്മാത് ബുധൈസ്ത്യാജ്യമപി ക്രിയാത്മഭിർ വിധാനത കർമ്മവിധി പ്രദർശിതം. എന്താ 23 അഹം സ പ്രത്യവായ ഹി ഇതി അനാത്മധി. ഞാൻ പ്രത്യവായത്തോടു കൂടിയവനാണെന്നുള്ള അനാത്മബുദ്ധി. അനാത്മബുദ്ധി പറഞ്ഞാൽ എന്താ? ഈ ദേഹാഭിമാനമുള്ള ആളാണ്. ആത്മാവ് ഞാൻ എന്ന് വിചാരിക്കാത്ത ബുദ്ധി. ഞാനാണ് ആത്മാവ് എന്ന് മനസ്സിലാകാത്ത ആളാണ് അനാത്മബുദ്ധി. അജ്ഞപ്രസിദ്ധ, അജ്ഞന്മാർക്കുള്ളതാണെന്ന് പ്രസിദ്ധം എന്ന്. അതായത് ഞാൻ തത്വദർശിന തത്വം അറിഞ്ഞവരല്ല അവർ. തസ്മാത്, അതുകൊണ്ട് ക്രിയാത്മഭി, അവർക്ക് ഈ സകാമാണ്, ചെയ്യണ കർമ്മങ്ങൾക്ക് ഫലം വേണമെന്നുണ്ട്. വിധാനത വിധി പ്രദർശിതം അഭി കർമ്മ, ഇന്ന വിധം ചെയ്യണം എന്നുള്ള വിചാരത്തോടു കൂടി അവശ്യകർത്തവ്യത്വേന അങ്ങനെ പറയപ്പെട്ടിരിക്കുന്നുവെങ്കിലും കർമ്മം ബുധൈഹി ത്യാജ്യം, വിവേകൾ കർമ്മം ത്യജിക്കേണ്ടത് തന്നെയാണെന്ന്. എന്താ പറയണറിയോ? ഈ അതായത് നമുക്ക് വിധിക്കപ്പെട്ട കർമ്മം അല്ലെങ്കിൽ വിഹിത കർമ്മം നമ്മൾ ചെയ്യാതിരുന്നാൽ നമുക്ക് ദോഷമല്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതായത് നമ്മളുടെ ആശ്രമത്തിനും വർണ്ണത്തിനും അനുസരിച്ച് വിഹിതമായ കർമ്മങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുന്നത് പാപമല്ലേ എന്നുള്ളൊരു ചോദ്യം ഉദിക്കാം. അപ്പോൾ അതിനെന്താണ് ഉത്തരം വെച്ചാൽ, നിത്യശുദ്ധ ബുദ്ധ മുക്ത ആണ് എന്താ ആത്മാവ്. നിത്യനാണ്, ശുദ്ധനാണ്, ബുദ്ധനാണ്, മുക്തനാണ്. അങ്ങനെയുള്ള ആത്മാവിനെ ഈ പുണ്യപാപങ്ങളൊന്നും സ്പർശിക്കണേയില്ല. അപ്പം പിന്നെ വിഹിത കർമ്മം ചെയ്യാണ്ടിരുന്നാലും നിഷിദ്ധ കർമ്മം ചെയ്താലും വിഹിത കർമ്മം ചെയ്യാഞ്ഞാലുള്ള പാപവും നിഷിദ്ധ കർമ്മം ചെയ്യാഞ്ഞാലുള്ള പാപവും വിഹിത കർമ്മം ചെയ്താലുള്ള പുണ്യവും ധാർമ്മികമായിട്ടൊക്കെ ജീവിച്ചാലുള്ള പുണ്യവും ഇതൊന്നും ആത്മാവിനെ ബാധിക്കില്ല. കാരണം ആത്മാവ് അതിനൊക്കെ അതീതാണ്, നിത്യനാണ്, ശുദ്ധനാണ്, ബുദ്ധനാണ്, മുക്തനാണ്. ആത്മാവല്ലാതുള്ള ഈ ദേഹത്തിൽ, ജഡമായ ദേഹത്തിൽ താൻ ആത്മാവാണ് എന്നുള്ള ബോധം ആർക്കാണോ അയാളെയാണ് അനാത്മബുദ്ധി പറയണത്. ഞാനാണ് ആത്മാവാണെന്ന് അറിയാതെ ഈ ജഡമായ ദേഹമാണ് ഞാൻ എന്ന് വിശ്വസിച്ച് ജീവിക്കുന്നവരെയാണ് അനാത്മബുദ്ധി പറയുന്നത്. കർമ്മം ചെയ്യാത്തത് കൊണ്ട് ഞാൻ പാപിയാവും എന്നുള്ള ബോധം ആത്മാവിനെ അറിയാത്തവനേ ഉള്ളൂ. ഞാനാണ് ആത്മാവ് എന്ന് വിചാരിക്കുന്നവർക്ക് കർമ്മം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണോ ചെയ്യാത്തത് കൊണ്ടുള്ള പാപോ ചെയ്തത് കൊണ്ടുള്ള ദൂരോ ഒന്നും ബാധിക്കുന്നില്ല. ഞാൻ ദേഹമാണെന്ന് വിചാരിക്കണവർക്കേ അത് ബാധകളുള്ളൂ. ഞാൻ ആത്മാവാന്ന് വിചാരിക്കണവർക്ക് ഈ പാപകർമ്മങ്ങളില്ല. അത് അജ്ഞാനിക്കേ ഉള്ളൂ. അതാണ് കർമ്മഫലങ്ങളിൽ ആഗ്രഹം ഉള്ളവരെയും, അതായത് കർമ്മം ചെയ്യാൻ വലിയ ആഗ്രഹമുള്ളവരൊക്കെ അതിന് വേണ്ടിയിട്ട് അവരെന്നാ കുറച്ച് കർമ്മം ചെയ്തിട്ട് മനഃശുദ്ധി വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വേദം ഇന്ന ഫലം ആഗ്രഹിക്കണവർ ഇന്ന കർമ്മം ചെയ്തോളൂ എന്നൊക്കെ വേദത്തിലെ കർമ്മകാണ്ഡത്തിൽ പറഞ്ഞിരിക്കണതേ. കർമ്മം കൊണ്ട് സമ്പാദിക്കണ എല്ലാ ഫലങ്ങൾക്കും നാശമുണ്ട്. എന്നാൽ എന്തിനാണ് വേദത്തിലെ കർമ്മകാണ്ഡം പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ, കർമ്മം ചെയ്തിട്ട് അവരെ പ്രവൃത്തി മാർഗത്തിലേക്ക് കൊണ്ടുവന്നിട്ട് കർമ്മം ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല, അത് മനഃശുദ്ധിക്ക് മാത്രമേ കാര്യമുള്ളൂ,
അപ്പം ഞാൻ നിഷ്കാമമായിട്ട് കർമ്മം ചെയ്ത് എൻ്റെ മനസ്സ് ശുദ്ധാക്കിയതിന് ശേഷം ഞാൻ കർമ്മം ത്യജിക്കുന്ന അവർക്ക് തോന്നിപ്പിക്കാനാണ് വേദം അങ്ങനെ പറഞ്ഞത്. പക്ഷെ ആദ്യം ഒന്ന് കുട്ടികൾക്ക് പഞ്ചാര കൊടുക്കണ പോലെയാണേ മരുന്ന് കഴിക്കാൻ. ആദ്യം ആ വേദത്തിലേക്കൊന്ന് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നിവൃത്തി മാർഗത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് വേദം പറയാണ്, ദാ ഇതൊക്കെ ചെയ്തോളൂ, ഇന്ന ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും, ഇതൊക്കെ ചെയ്തോളൂ, ഇന്ന ഫലങ്ങളൊക്കെ നിങ്ങൾക്ക്. അപ്പോൾ അതങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോഴാണ് ഇവർക്ക് ആ കിട്ടിയ ഫലങ്ങളൊന്നും നശ്വരാണ്, ഒന്നും സ്ഥിരമല്ല എന്നും കർമ്മം കൊണ്ട് എനിക്ക് മോക്ഷം കിട്ടില്ല എന്നും ബോധ്യം വന്നിട്ട് നിഷ്കാമമായിട്ട് അവർ കർമ്മം അനുഷ്ഠിക്കാൻ തുടങ്ങും. ആദ്യം സകാമമായിട്ടാണെങ്കിലും പിന്നെ നിഷ്കാരമായിട്ട് അനുഷ്ഠിച്ചിട്ട് അവർക്ക് പിന്നെ മനഃശുദ്ധി വരും. എന്നിട്ട് അവർക്ക് ജ്ഞാനോദിക്കും. അതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ കർമ്മം ചെയ്താൽ മോക്ഷം കിട്ടിച്ചിട്ടല്ല വേദം പറയണമെന്ന് പറയുകയാണ്. അത് ഏതുപോലെ വെച്ചാൽ ഒരു രോഗിക്ക് വിധിച്ചിട്ടുള്ളൊരു ഔഷധം എങ്ങനെ രോഗം ഇല്ലാത്ത ആൾക്കും നമ്മൾ സേവിക്കാൻ പറയുമോ? ഇല്ല. അപ്പോൾ രോഗമില്ലാത്ത ഒരാളോട് ഒരു രോഗിക്ക് കൊടുക്കണ മരുന്ന് കഴിക്കൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കണ പോലെ യുക്തി ഇല്ലാത്തതാണ്. നിഷ്കാമകർമ്മങ്ങളെ സകാമമായിട്ട് കർമ്മം ചെയ്യണേ ഉദ്ദേശിച്ചിട്ട് വേദം പറയണ കർമ്മങ്ങളെ നിഷ്കാമനും ചെയ്യണമെന്ന് നിർബന്ധിക്കണത് രോഗമുള്ള ഒരാൾക്ക് മരുന്ന് കൊടുക്കണ പോലെ, രോഗമില്ലാത്ത ആൾക്ക് സെയിം മരുന്ന് കൊടുക്കണ പോലെ യുക്തി ഇല്ലാത്തതാണെന്ന്. സകാമന്മാർക്ക് വേണ്ടിയിട്ട് വേദം പറഞ്ഞു കൊടുക്കുന്ന ഈ കർമ്മകാണ്ഡുണ്ടല്ലോ, അതിലത്തെ കർമ്മങ്ങളൊന്നും നിഷ്കാമന്മാർക്കുള്ളതല്ല. അത് വളരെ അയുക്താണ് അവരോട് പറയണത്. അത്രത്തോളം അത് ആവശ്യമില്ലാത്തതാണ് നിഷ്കാമകർമ്മം. ജീവാനുഗ്രഹത്തിനായിട്ട് ആണ് വേദമാതാവ് പറയണത്. സകാമന്മാരായി തുടർന്നാലും നിങ്ങൾ നിഷ്കാമന്മാരായ പിന്നെ നിങ്ങൾക്ക് കർമ്മബന്ധനമൊന്നുമില്ല. നിങ്ങൾക്ക് അതാണ് അമൃതത്തിലേക്കുള്ള വഴിയെന്ന്. അതാണതിൽ വളരെ നന്നായി പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കല്ലേ. അതായത് അജ്ഞാനിക്കേ ഉള്ളൂ, ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ പാപം ഉണ്ടാവുമോ, ഞാൻ ഇത് ചെയ്താൽ പാപം ഉണ്ടാവുമോ, ഇതിപ്പോൾ എന്നാ പുണ്യം കിട്ടുന്നൊക്കെ അജ്ഞാനിക്കേ ഉള്ളൂ. ഞാൻ ആത്മാവാന്ന് വിചാരിക്കുന്നവർക്കില്ല. ബിക്കോസ് ആത്മാവിന് പുണ്യപാപങ്ങളൊന്നും സ്പർശിക്കണില്ല. അപ്പോൾ വേദത്തിൽ എന്തിനാ കർമ്മകാണ്ഡം പറഞ്ഞെന്ന് വെച്ചാൽ സകാമന്മാരെ കർമ്മം ചെയ്യിപ്പിച്ച് നിഷ്കാമന്മാരാക്കി മാറ്റാനാണ്. നിഷ്കാമന്മാരാക്കി കഴിഞ്ഞാൽ പിന്നെ കർമ്മം ത്യജിച്ച് നമ്മൾ ഈ മഹാവാക്യങ്ങളൊക്കെ മനനവും നിധിധ്യാസനവും ചെയ്ത് നമുക്ക് ജ്ഞാനം സമ്പാദിക്കാം എന്നാണ് കേട്ടോ. സപ്രത്യവായോ ഹ്യഹമിത്യനാത്മധീരജ്ഞപ്രസിദ്ധാനതു തത്വദർശിന തസ്മാത് ബുധൈസ്ത്യാജ്യമപി ക്രിയാത്മഭിർ വിധാനത കർമ്മവിധി പ്രദർശിതം. 23 മിനിറ്റായി. അപ്പം ഞാൻ ഇവിടെ നിർത്തുകയാണ്. വളരെ കുറച്ചേ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറയണത് എനിക്ക് എത്രത്തോളം പറഞ്ഞ് ഫലിപ്പിക്കാൻ എനിക്ക് മനസ്സിലായത് തന്നെ വളരെ കുറച്ച്. ആ മനസ്സിലായതിൽ എത്ര എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നുണ്ടോയെന്നും അറിയില്ല. ഒക്കെ ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കണു. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമാൻ സമേത ശ്രീരാമചന്ദ്രസ്വാമിനീ നമ. ഗുരുവായൂരപ്പ ശരണം.